കൂടി ബോർഡ് മെമ്പേഴ്സിനേക്കാൾ കുറച്ചും കൂടി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ ബോർഡ് മെമ്പേഴ്സ് നോക്കുമ്പോൾ അവർ പല മേഖലയിൽ പ്രവർത്തന പ്രാഗൽഭ്യമുള്ളവരായിരിക്കാം. മറ്റു മേഖല പരിപാടികൾ, ഷോർട്ട് ടേം ഹ്രസ്വകാല പരിശീലന പരിപാടികൾ കൊടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 2003 മുതൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുമായി മെർജ് ചെയ്ത് അവരുടെ അഫിലിയേറ്റഡ് സെന്ററായിട്ട് അതിനോടൊപ്പം തന്നെ HDCM ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിപ്ലോമ കോഴ്സസ്, ഡയറി ഡിപ്ലോമ പ്രോഗ്രാംസ് കണ്ണൂർ ജില്ല പയ്യന്നൂര് തന്നെ പറയാം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം തന്നെ രൂപപ്പെട്ട ഒരു ബാങ്കാണ് നമ്മുടേത്. ഏകദേശം 1947 ശേഷം 75 വർഷത്തോളമായി അന്നത്തെ നിലവരായ നേതാക്കൾ രൂപപ്പെടുത്തിയ മഹത്തായ പ്രസ്ഥാനം ഏകദേശം 75 വർഷത്തോളം നിൽക്കുന്നത്. ഇന്ന് വിശ്വാസ രംഗത്ത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിനോട് കടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു ബാങ്കാണ് നമ്മളത് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഡിപ്പോസിറ്റിന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ രംഗത്തായാലും വളരെയധികം ഉന്നതിയിലെത്തുന്ന ഒരു സഹകരണ ബാങ്കിന്റെ മാതൃക എന്ന രീതിയിൽ നിലകൊള്ളുന്ന ബാങ്കാണ് പാടിയോട് സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് തന്നെ 7 പേരാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ രംഗത്ത് പുതുമുഖങ്ങളാണ്. നമ്മൾ 7 പേരും 3 വർഷത്തോളം ബോർഡിലെ അംഗങ്ങളാണ്. ബാങ്കിന്റെ പുതിയ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊക്കെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ബാങ്ക് തന്നെയാണ് ഞങ്ങൾ. നമ്മൾ 500 കിലോമീറ്റർ താണ്ടിട്ടാണ് വന്നത്. അപ്പം ശശികുമാർ സാർ ഉണ്ടായിരുന്നു. ശശികുമാർ സാർക്ക് വളരെ നല്ല ഇടപെടലായിരുന്നു, നല്ല ഗൈഡൻസ് ആയിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ് ഞങ്ങളുടെ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആ പ്രവാസി അനുഭവം, ലോകപരിചയം. നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് കുണ്ടുകടലിലെ തവളാന്ന് പറയുന്നത്. അല്ലാതെ ആ അവിടെ കണ്ട കാഴ്ചയിൽ അത് ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരാനുള്ള അതാണ് നമുക്ക് ആവശ്യം. 30 വർഷത്തോളം അവിടെ ജോലി ചെയ്തതിൽ 19 വർഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം അതുകൊണ്ട് തന്നെ നിരന്തരം കലഹിക്കുന്നവരാണ് ബോർഡിൽ. സ്റ്റാഫിന്റെ കാര്യത്തിലായാലും മറ്റുള്ള എല്ലാ കാര്യത്തിലായാലും നമുക്ക് ഇങ്ങനെ എല്ലാം വേണ്ട, അത് എങ്ങനെയാണോ വേണ്ടത് എന്ന് പറഞ്ഞ നിരന്തരം കലഹാണ്. അപ്പൊ ആ രീതിയിൽ അവിടെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആ രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇവരൊക്കെ അത് അനുവദിച്ചത് എന്റെ ബോർഡും ഒക്കെ അങ്ങനെ പുള്ളിയൊക്കെ സംബന്ധിച്ച് അതിലൊരു പ്രവർത്തനത്തിന് ഇവരൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഇവരൊക്കെ പലപ്പോഴും ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്ത രാജ്യക്കാരെ ഏകദേശം ഒരു 10-60 രാജ്യക്കാരെ കൂടെ വർക്ക് ചെയ്യാനും അവർ എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എന്റെ ഒരു ടോട്ടൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ കുറെ കൂടെ ഒന്ന് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനുണ്ട് ആ രംഗത്ത്. അതാണ് സാറിനോട് കുറച്ച് പറയാനുള്ളത്. ഒരു പ്രൊഫഷണലിസം അതിലേക്ക് വരാത്തൊരു കുഴപ്പമുണ്ട്. അപ്പം നാഷണലൈസ്ഡ് ബാങ്കിലായി അറിയപ്പെടുത്തുമ്പോൾ ആ രീതിയിൽ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ആ ഒരു അപ്രോച്ചിലാണ് കമ്പൽസറി ആക്കിയത്. പ്രൊഫഷണലിസം വരണമെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കള് പ്രൊഫഷണൽ ആവണം. അതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ നല്ല താല്പര്യം കാണിച്ചിട്ടാണ് ഇവിടെ ഓടി വന്നത്. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. കണ്ണൂര് സർവീസ്. നമ്മുടെ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3 വർഷം ഏകദേശം ഒരു 1972 തോന്നുന്നുണ്ട്. അപ്പം ഒരു ചെറിയൊരു കോപ്പറേറ്റീവ് ധനകാര്യ സ്ഥാപനം എന്ന രീതിയിൽ സാധാരണക്കാരായ കൃഷിക്കാരെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെയും ചെറുകിട കച്ചവടക്കാരെയും ഒരു പലിശ മാമികളിൽ നിന്നും നല്ലൊരു ചെറിയൊരു കൈത്താങ്ങായി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ പാടിയോട് സർവീസ് എന്ന പേര് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച ഒരു പേരാണ്.
അതുപോലെ തന്നെ ഭാവിയിൽ ഏത് വിധത്തിലുള്ള ഭാവി ഈ ബാങ്കിൻ്റെ ഈ സഹകരണ മേഖലയിൽ ഇപ്പോൾ താങ്ങൂട്ടിൽ ഇതിൻ്റെ സഹകരണ മേഖലയിൽ തന്നെ ചില സംരംഭങ്ങൾ കൂടി കൊണ്ടുവന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വിധ നമ്മുടെ ഈ ഇംഗ്ലീഷിൽ ഒരു വാക്ക് സോറി ഇത് ഈ ലെഗസി എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അവസരം കിട്ടി, ആ അവസരം വിനിയോഗിക്കും. അത് വിനിയോഗിക്കുന്നില്ല, അത് പിൻതലമുറ പിൻകാലത്ത് വന്നവര് പറയുകയാണ് ഈ കാലഘട്ടത്തിലുള്ള ഈ ബോർഡ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഇവിടെ 30 വർഷമായി ഈ സ്ഥാപനത്തിൽ അന്ന് 30 വർഷം കൊണ്ട് ഈ ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ ക്രിയാത്മകമായ മാറ്റം ഏത് ഡയറക്ടറുടെ കീഴിൽ ഏത് തലപ്പത്ത് ഒരാളിരുന്നപ്പോഴാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഉണ്ടായി എന്ന് എനിക്ക് പറയാം. കാരണം 10-25 പേര് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു ലെഗസി എന്ന് പറയും, നമ്മൾ ഇട്ടിട്ട് പോയ ആ ഒരു പാരമ്പര്യം. അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈ സ്ഥാപനത്തിന് വേണ്ടി എന്റെ കോൺട്രിബ്യൂഷൻ നാളെ പിൽക്കാലം എങ്ങനെ വിലയിരുത്തും? അതുകൊണ്ട് നമ്മളിപ്പോൾ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നല്ല സംരംഭങ്ങൾ തുടങ്ങി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഇപ്പോഴില്ല ഡയറക്ടർമാരിൽ നിന്നും ബാങ്കിന് പരിപൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം വളരെ സന്തോഷം. ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റാണ്, കണ്ണൂർ ജില്ലയിലാണ് വരുന്നത്. ഇതിന് മുമ്പ് പഞ്ചായത്ത് മെമ്പറായിരുന്നു 5 വർഷം. അത് കഴിഞ്ഞ് ബാങ്ക് വൈസ് പ്രസിഡന്റായി. നമുക്ക് വേണ്ടി എല്ലാ പ്രതിനിധിയും പറഞ്ഞിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മൾ ബാങ്കിനെ കുറിച്ച് പറയേണ്ടല്ലോ. ബാങ്കിൻ്റെ വളർച്ചയിൽ കൂടി നമ്മളെല്ലാവരും 14 ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. ഷർലി മാത്യു, കണ്ണൂർ ജില്ലയാണ്. പഠിച്ചാൽ സഹകരണ ഞാനൊരു ഡയറക്ടറാണ്. അതിന് 5 കൊല്ലം മുൻപ് ഞാനും ചെറുപുഴ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. ഇപ്പോഴും മറ്റ് മേഖലയിലൊക്കെ ചെറുതായി പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. എൻ്റെ പേര് വേണുഗോപാലൻ. ബാങ്കിനെ പറ്റി ശ്രീ MP പറഞ്ഞതാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഒന്നിച്ച് നിൽക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ബാങ്കിൽ ഈ ലോൺ കൊടുക്കലും വാങ്ങലും മാത്രമല്ലാതെ പുതിയ സംവിധാനങ്ങൾ വേണമെന്നുള്ള ആഗ്രഹമുള്ളൊരു ടീമാണ് ഞങ്ങളുള്ളത്. പക്ഷേ ചില പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ 3 വർഷമായി ഞങ്ങൾ വന്നിട്ട് ഇനി ഒരു 2 വർഷമുണ്ട്. പരമാവധി ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും. ഇപ്പം ആകെ ഒരു നീതി സ്റ്റോർ മാത്രമേ നമുക്ക് ബാങ്കിങ് ഇതരമായിട്ടുള്ള ഉള്ളൂ. അത് പോരാ, വേറെ മേഖലകളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിൻ്റെ സഹകരണങ്ങളും അതിൻ്റെ പിന്തുണയും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയൂ. ജില്ലയിൽ തന്നെ ഗ്രേഡ് ബാങ്കാണ്, സൂപ്പർ ഗ്രേഡിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നിലനിൽക്കുന്നു. നമുക്ക് 6 ബ്രാഞ്ചുകളാണ് ഉള്ളത്, ഈവനിങ്ങും അതുപോലെ മെയിൻ ബ്രാഞ്ചുണ്ട് 6. അതുപോലെ തന്നെ നമ്മൾ ഇതിനോട് താല്പര്യം പൊതുപ്രവർത്തനം നിൽക്കുന്ന കൃഷിയാണ് കാര്യം മുഖ്യമായിട്ട് തൊഴിൽ. അപ്പം പൊതുപ്രവർത്തനം നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ നേതൃത്വം നമ്മളെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എങ്ങനെ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭാവന നമുക്ക് ഈ ബാങ്കിന് വേണ്ടി നൽകാൻ സാധിക്കുമെന്നില്ല ഒരു ഇതിനു വേണ്ടിയാണ് ഇത്രയും ദൂരം നമ്മൾ താണ്ടിയത്. അപ്പോൾ സെക്രട്ടറി ആദ്യം പറഞ്ഞ ഇങ്ങനെ ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് നമ്മളത് സന്തോഷത്തോടെ സ്വീകരിച്ചു. നമ്മൾ 7 പേരും പിന്നെ അത് തയ്യാറായി വന്നതാണ്. ബാക്കി പിന്നെ കുറച്ച് പ്രായമില്ലാതെല്ലാം ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല. അവർ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ സ്വീകരിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവനക്കാരും ഒരുപക്ഷെ നമ്മൾ ഡയറക്ടർമാർ ഉപരി ജീവനക്കാരും കുറച്ചും കൂടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിന് അവരുടെ ട്രെയിനിങ്ങെല്ലാം ആ ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടാകാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് എന്ത് ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിന് മുന്നോടിയാണ് ഇത്തരത്തിലൊരു ക്ലാസ് നമ്മൾ പങ്കെടുക്കാൻ പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഈ പരിപാടി എത്തുന്നത്. അതിന് സന്തോഷം അറിയിക്കുന്നത്. എൻ്റെ പേര് സിനോ, ഞാൻ പടിയോട്ട് സർവീസ് ബാങ്കിലാണ്. പുതുമുഖമാണ്. കൂടുതൽ കാര്യങ്ങൾ നമസ്കാരം. ഞാൻ എറണാകുളം ജില്ലയിലെ പൈപ്പിൻകരയിലുള്ള കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ക്ലർക്ക് ബോർഡ് മെമ്പറാണ്. ഞങ്ങളുടെ ബാങ്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ്. 3 ബ്രാഞ്ചുകളുണ്ട്. പിന്നെ ജൈവ സൂപ്പർ മാർക്കറ്റ്, കോപ്പ് മാർട്ട്, അതുപോലെ തന്നെ ഓഡിറ്റോറിയം, അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ ചെറായി ബീച്ചിന് അടുത്തായിട്ട് കുഴുപ്പള്ളി നമ്മുടെ ഇതിന്റെ ഇതിലാണോ കളമശ്ശേരി? ഇത് കൊച്ചിൻ സർക്കിളാണ്. കൊച്ചിൻ സർക്കിൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഈ കുടിശ്ശിക നിവാരണ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ
ഈ മത്സ്യത്തൊഴിലാളികൾ പിന്നെ നിർമ്മാണ പ്രവർത്തകരൊക്കെയാണ് ആ ഭാഗത്ത് ജീവിക്കുന്നത്. കാര്യമായിട്ട് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ ഈ ബിസിനസ്സും അവിടെയാണ് നമ്മളുടെ സംഘത്തിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുടിശ്ശിക ഇത്തിരി അധികമായി വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് കടൽ സംബന്ധമായിട്ടുള്ള മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വളരെ ഈ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു. ഈ മത്സ്യം ലഭ്യത കുറവ് അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ പക്ഷേ സാർ ഇത് ആ വേദിയല്ല. പക്ഷെ എന്തായാലും പറയാൻ കുഴിപ്പള്ളി സർവീസ് സർവീസിന്റെ ഡയറക്ടറാണ്. ഈ മത്സ്യമേഖലയാണെങ്കിൽ പോലും നമ്മൾ പൈസ കൊടുക്കാൻ നമ്മൾ ബാങ്ക് തയ്യാറാവും, പക്ഷെ ഇത് അടക്കാനായിട്ട് ആൾക്കാർ തയ്യാറായില്ലെങ്കിലാണ് അവിടെ കുത്തി വീഴുക. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. കാരണം നമ്മൾ മുമ്പ് ഒരു ദിവസം പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് ചെയർമാൻ കൂടിയാണ്. ഏറ്റവും അതെ, ആ ബാങ്കിൽ തന്നെ. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് വശവും കാണാം. ജീവനക്കാരുടെ വശവും അപ്പൊ ആ ഒരു സാഹചര്യം ഇപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ച മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് സാറ് പറഞ്ഞത് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ വലിയ കൂറ്റൻ കോർപ്പറേറ്റുകളുടെ വെസലുകളാണ് അറബിക്കടലിലുള്ളത്. അപ്പൊ അവര് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന അവശിഷ്ടങ്ങളാണ് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അതിന്റെ ഫലമായി ഈ താഴെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ വരുന്നത് ചെറിയ അവർ ഉപേക്ഷിക്കപ്പെട്ട മത്സ്യങ്ങളാണ്. അത് ഉപയോഗിച്ച് പിടിക്കാൻ കഴിയുമ്പോൾ അതിൽ ട്രോളിംഗ് ഒക്കെ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ചെറിയ മത്സ്യങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിയമപരമായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ നടപടിയൊക്കെ ചെയ്യും. അങ്ങനെ കുറെ കുഴപ്പങ്ങൾ ആ മേഖലയിലുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ ഓരോ സമയത്തും ഈ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വായ്പ എഴുതി തള്ളും. 3 സെന്റ് മുകളിലുള്ളത് ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ പിരിക്കാൻ നടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകളുടെ ഇടയിൽ അത് അടക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞല്ല, പിന്നെ എന്തിനും തറക്കാനായിട്ട് നിങ്ങൾ വന്ന് പറയും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽ വരുമ്പോൾ ചിലപ്പോൾ പത്രക്കാര് അല്ലെ വാർത്താ മാധ്യമങ്ങൾ അടർത്തിയെടുക്കുന്നതായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അതിൽ സഹകരണ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നല്ല രീതിയിൽ മേഖലയെ കൊണ്ടുപോകണം. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ചെയ്യുന്ന കുറെ കുഴപ്പങ്ങളുണ്ട്, രണ്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം തിരിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. ഞങ്ങൾ നല്ല രീതിയിൽ ഏകദേശം വലിയ കുഴപ്പമില്ലാതെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും ഉൾപ്പെട്ട മുന്നണിയാണ്. പക്ഷെ ഞാൻ ഒറ്റക്കെന്ന് മത്സരിച്ച് ജയിച്ചാൽ ഞാൻ അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടൊരു ഭരണസമിതിയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. എൻ്റെ പേര് ഷാജി ജോസഫ്. ഞാൻ ഇടുക്കി ജില്ലയിലെ എത്തിയ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറാണ്. ഞങ്ങൾ ബാങ്കിനെ പറ്റി പറയുമ്പോൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഏരിയയിൽ സ്പെഷ്യൽ ഗ്രേഡിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ബാങ്കാണ്. നീതി മെഡിക്കൽ സ്റ്റോറുണ്ട്, വളം ഡിപ്പോ ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്. മറ്റ് ബ്രാഞ്ചുകളൊന്നുമില്ല. എങ്കിലും ഏറ്റവും കുറഞ്ഞ ഏരിയ ഞങ്ങളുടെ 1/2 കിലോമീറ്റർ അപ്പുറം വേറൊരു ബാങ്കുണ്ട്, 3 കിലോമീറ്റർ അപ്പുറം വേറൊരു ബാങ്കുണ്ട്, ഇപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറം വേറൊരു ബാങ്ക്. ഏറ്റവും കുറഞ്ഞ ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ജീവനക്കാരും ഭരണസമിതിയും തുടക്കകാലം തൊട്ടേ നന്നായിട്ട് സഹകരിച്ച് പോയിക്കൊണ്ടിരുന്ന ബാങ്ക്. അത് നന്നായിട്ട് എൻ്റെ പേര് വിമല ജോസ്. ഞാൻ ഇരട്ടയ സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പറാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സ്പെഷ്യൽ ഗ്രേഡിലുള്ള ബാങ്കാണ്. മേഖലയിൽ മുൻപരിചയമില്ല. ഞങ്ങളുടെ ഭരണസമിതി കയറിയിട്ട് 1.5 വർഷമായിരുന്നു. അത്രയും പരിചയമുള്ളൂ. ഞാൻ ടീച്ചറാണ്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? താങ്ക് യു. അതുപോലെ അത് വലിയ കാര്യമാണ്. ഇതിനേക്കാൾ വലിയ കഷ്ടം നമ്മുടെ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോഴേ ശരിക്കും മാനേജ്മെന്റ് പഠിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് മാനേജ്മെന്റ് പഠിച്ചത്. എൻ്റെ അമ്മ എങ്ങനെയാ എൻ്റെ കുടുംബം ഏതൊക്കെ രീതിയില്ല ഫിനാൻസും നിയമവും എല്ലാം വലിച്ചാണ് ഞങ്ങൾ. അപ്പൊ ഇതിനേക്കാളും വലിയ പരിചയം വേറെ ഒന്നും വേണ്ട. അതിന്റെ വലുതേ ഒരു സ്ഥാനം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജോസ്ന ജോബി. കേരള സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ. ഞാനൊരു പ്രൈവറ്റ് കോളേജ് അധ്യാപികയായിരുന്നു കുറേ കാലം.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പം ബാങ്കിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് ഇമാം സലീം. കൊല്ലം ജില്ലയിലെ വിളനില സർവീസ് സഹകരണ ബാങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ ടേണാണ് ഡയറക്ടർ ബോർഡിൽ. ഞങ്ങളുടെ പ്രസിഡന്റ് പി ആനന്ദ് പറയും. സർക്കാർ ജീവനക്കാരനായിരുന്നു. എക്കണോമിക്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിനോടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘം രൂപീകരിച്ച 1947 പരമുള്ള സാറിൻ്റെ ഒന്നാം നമ്പറുകാരൻ പരമുള്ള സാറ്. 67 ഞങ്ങളുടെ കയ്യിൽ ഈ സംഘം ഒരു പെട്ടി, ഒരു ഇന്നമെട്ടിലേക്കായിരുന്നു ഒരു സംഭവം. പിന്നീടിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കെട്ടിടമുണ്ട്. പിന്നെ ഒരു ബ്രാഞ്ച് സ്വന്തമായിട്ട് 15 സെന്റ് സ്ഥലമുണ്ട്. അത് അല്ലാതെ 4 ബ്രാഞ്ച് കൂടി ചേർത്ത് 6 ബ്രാഞ്ചുള്ള ഹെഡ് ഓഫീസ് ഉൾപ്പെടെ 6 ബ്രാഞ്ചുള്ള സ്ഥാപനം. 20,000 പരം അംഗങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പുതിയ സംരംഭമായിട്ട് കേരള സർക്കാരിൻ്റെ സംരംഭങ്ങളുടെ ഭാഗമായിട്ട് നബാർഡിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഒരു സംഭവം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കെട്ടിടാതെ ചേർന്നെല്ലാം പണിയൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉദ്ഘാടനം ഇല്ല, പാലക്കാട് സ്ഥലം എടുക്കുന്നത് തേങ്ങ സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം. ബാങ്കിനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു ടീച്ചറാണ്. പിന്നെ ഈ ബോർഡ് മെമ്പറായിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ സാർ പറഞ്ഞത് കൂടാതെ ഞങ്ങൾക്ക് രീതി മെഡിക്കൽ സ്റ്റോറ്, പിന്നെ ആംബുലൻസ് സൗകര്യം, പിന്നെ ടെമ്പോ ചിക്കൻ ഇങ്ങനെയൊക്കെ ഉള്ള സംരംഭങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഡോക്ടർ കെ കുമാരി. ഒരു 33 വർഷത്തെ കോളേജ് അധികമായിട്ട് SN കോളേജ് സ്കൂളിന് റിട്ടയർ ചെയ്തതാണ്. ഈ മേഖല എനിക്ക് പുതിയതാണ്. എങ്കിലും ഞങ്ങൾ SN കോളേജ് കൊല്ലം മാത്തമാറ്റിക്സ്. അപ്പം ഈ മേഖലയിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്നോട് ദേഷ്യം. ഞാൻ ഒരുപാട് ലോണൊന്നും വസ്തു ഇവാലുവേറ്റ് ഒന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ അല്ല സാർ, കുടിശ്ശിക പിരിവിന് ചെല്ലുമ്പോഴേ ഈ കുടിശ്ശിക കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിച്ച് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു വീഴ്ച വരാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചവർക്ക് നമ്മൾ തിരിച്ചത് മടക്കി കൊടുക്കണം. പണ്ടൊക്കെ ആളുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നല്ല 13 ബോർഡ് മെമ്പേഴ്സാണ് കയറിയിരിക്കുന്നത്. ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകില്ല. ഈ 5 വർഷം കൊണ്ട് മാക്സിമം കുടിശ്ശികൾ പിരിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ കുടിശ്ശിക നിവാരണമൊക്കെ വന്നപ്പോൾ കുറേ പലിശകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പലിശകളൊക്കെ കിട്ടാൻ പാടാണ്. എങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്യുന്നു, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഞാൻ ഗിരിജ, വിളനില സർവീസ് സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പറാണ്. ബാങ്കിനെ കുറിച്ച് എനിക്ക് മുന്നേറ്റം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ മുൻകാല പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് 5 വർഷം ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഷോപ്പ് മാനേജറായിട്ട് 22 വർഷത്തോളം സേവനമനുഷ്ഠിച്ച് റിട്ടയർ ആയതിനു ശേഷമാണ് ഈ രംഗത്തേക്ക് വരുന്നത്. ഇതിലാദ്യമാണ്. എങ്കിലും ബാങ്കിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു, കൂടുതൽ പഠിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് മഹ്മൂദ്. ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. താലൂക്ക് മലപ്പുറം ജില്ല. കഴിഞ്ഞ 2014 മുതൽ 18 വരെ ബോർഡിലുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത്.
പിന്നെ അതുപോലെ തന്നെ മൺവിള, പിന്നെ ഐസ്യം കണ്ണൂർ ഷെഡ് ട്രെയിനിങ്ങിൽ 3 മാസം അങ്ങനെ 4 പേരായിരുന്നു വരാൻ ഉദ്ദേശിക്കുന്നത്. ഡാക്ടർ സൂര്യ 3 പേര്. പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് ഫക്രു സാഹിബ് ഇതുപോലെ 5 വർഷം ബാങ്കിൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ചാൽ അടുത്ത 28-ാം തീയതി ഞങ്ങൾ 100-ാം വർഷം ആഘോഷിക്കാം. ബാങ്കിൽ 28-ാം തീയതി 24 ചെന്നിട്ട് വേണം അതിൻ്റെ പരിപാടികൾ തുടങ്ങാൻ. പിന്നെ ഞങ്ങൾക്ക് 5 ബ്രാഞ്ചുള്ളത്. ക്ലാസ് 1 ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ പേര് അലീഫ. അപ്പോൾ പൊന്നുണ്ട സർവീസ് സഹകരണ ബാങ്കിലാണ് മലപ്പുറം ജില്ലയിൽ പിന്നോട്ടാണ്. ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ മൂസ പൊന്നുണ്ട സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ഉള്ളതാണ്. എനിക്ക് വെക്കാനുള്ള ഉദ്ദേശം സാധനങ്ങൾക്ക് വെക്കാനുള്ള ഉദ്ദേശം ഇതിലെ നിയമങ്ങളും നിയമാവലികളും ഇപ്പോഴും ഡയറക്ടർ ബോർഡിൻ്റെ സ്റ്റാഫുകൾക്ക് അറിയില്ല. ഞാൻ ജോലി ചെയ്ത് പോകുന്നതല്ലാതെ എന്താണ് വിശദമായിട്ടുള്ള കാര്യമല്ല. അത് അറിയാനുള്ളതായ അവസരമാണത്. ഈ പറഞ്ഞ കാര്യം നമുക്ക് തീർച്ചയായിട്ടും ബുധനാഴ്ച കാണാം. അതിൻ്റെ കുറവായി വിശ്വാസം നോക്കാം. ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ അതിനൊരു 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും അറിയാമല്ലോ. അപ്പോൾ അത് ഒഴിവായിക്കൊണ്ട് നേരെ ഒന്ന് വിഷയത്തിലേക്ക് വന്നോട്ടെ. ബന്ധമായും ട്രെയിനിങ്ങിന് വിധേയമാവണമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അവിടെയാണ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടപ്പോൾ 3 വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ? സാരമില്ല. എന്നാലും അതിലേക്ക് കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഇതിലേക്ക്